ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം PVC പൈപ്പും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്ത കുഞ്ഞൻ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഈ സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ ബ്ലൂടൂത്ത് ഉണ്ട്, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, മെമ്മറി കാർഡ് ഇടാം, അതുപോലെ ഓക്സ് ഉണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ഈ കുഞ്ഞൻ മൊഡ്യൂളിൽ നടക്കും. ഇതിൽ വെക്കാൻ വേണ്ടിയുള്ള സ്പീക്കർ എടുത്തിരിക്കുന്നത് പഴയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു, ബോർഡ് കംപ്ലൈന്റ്, അതിന്റെ ഒരു സ്പീക്കറും പിന്നെ പാസീവ് റേഡിയേറ്ററും എടുത്തിട്ടുണ്ട്. ഇതിൽ വെക്കാൻ വേണ്ടി 3.7 വോൾട്ടിന്റെ ഒരു ചെറിയ ലിഥിയം ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള മൈക്രോ USB സോക്കറ്റും മൊഡ്യൂളിൽ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ സ്പീക്കറിന്റെ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി PVC പൈപ്പ് ഒരെണ്ണം എടുത്തിട്ട് വട്ടം കട്ട് ചെയ്ത് ചൂടാക്കി ഇനി ഷീറ്റാക്കി മാറ്റണം. ഈ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സൈസ് ഒന്നുമില്ല, നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. PVC പൈപ്പ് നന്നായിട്ട് ഹീറ്റ് ചെയ്ത ശേഷം നിവർത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് വെയിറ്റ് ഉള്ള എന്തെങ്കിലും കയറ്റി വെച്ചാൽ അത് നല്ല ഷീറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത PVC ഷീറ്റിൽ നിന്നും 6 പീസുകളാക്കി കട്ട് ചെയ്തെടുത്തായിരുന്നു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി. ഫ്രണ്ടിൽ വരുന്ന ഷീറ്റിൽ സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ഹോൾട്ട് എടുക്കണം. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ പാസീവ് റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാൻ പാകത്തിനും ഒരു ഹോൾട്ട് എടുക്കണം. അതും ഹോൾട്ട് ശേഷം ബാക്കിലത്തെ ഷീറ്റിലേക്ക് മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ഹോൾട്ട് എടുക്കാം. ഈ ബാക്കിലത്തെ ഷീറ്റിൽ ഹോൾ ഇടുന്നത് DC-യിൽ വർക്ക് ചെയ്യുന്ന കുഞ്ഞൻ സോൾഡറിംഗ് ചെയ്യാൻ വെച്ചാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഹോൾ ഇടാൻ പറ്റും. ഇനി നമ്മുടെ മൊഡ്യൂൾ ആ ഹോളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് PVC ഷീറ്റെല്ലാം കൂടെ വെച്ച് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫ്ലഷ് കിക്ക് ഉപയോഗിച്ചാണ് ഓരോ പീസുകളും ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഞാൻ കുറേ ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 140 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. ഇപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നമ്മൾ വാങ്ങാനാണെങ്കിലും കുറഞ്ഞ റേറ്റിന് തന്നെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഈ ബോക്സിൽ ബാക്കിൽ വരുന്ന PVC ഷീറ്റ് നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോക്സിന്റെ എഡ്ജുകളെല്ലാം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് മിനുക്കിയെടുക്കാം. ബോക്സിന് ഫുള്ളായിട്ടൊന്ന് പെയിന്റ് അടിച്ചെടുത്തു. മൊഡ്യൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കണക്ടർ വയർ നമുക്ക് സ്പീക്കറിലേക്ക് സോൾഡർ ചെയ്യാം. ഈ മൊബൈലിൻ്റെയൊക്കെ ഡിസ്പ്ലേക്ക് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണക്കൂട്ട് ഗ്ലൂ വെച്ചാണ് നമ്മൾ പാസീവ് റേഡിയേറ്റർ ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അഴിച്ചെടുക്കണമെങ്കിലൊക്കെ ഹീറ്റ് ചെയ്താൽ മതി, അഴിഞ്ഞു വരും. ഇനി സ്പീക്കർ ഹോളിലേക്ക് വെച്ച ശേഷം 4 സൈഡിലും സ്ക്രൂ ചെയ്തെടുക്കാം. ഈ സ്പീക്കർ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി മുന്നിൽ ഒരു സേഫ്റ്റി ഗാർഡ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് ചെറിയ സൈക്കിളെ റിമ്മിലെ കമ്പി ഉപയോഗിച്ചാണ്. ഇതിൽ നമ്മളൊരു 3 കമ്പികളാണ് ഹോൾട്ട് അതുപോലെ ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്ററിയിലേക്കും കണക്ടർ വയർ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിയും ബോക്സിന്റെ ഉള്ളിലായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. ബാറ്ററിയിൽ നിന്ന് വന്ന വയറും സ്പീക്കറിൽ നിന്ന് വന്ന വയറും നമുക്ക് മൊഡ്യൂളിലേക്ക് ഇനി കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ബാക്കിലത്തെ പീസ് നമുക്ക് സ്ക്രൂ ചെയ്തെടുത്ത ശേഷം ഇനി ചാർജ് ചെയ്യാം. ഈ മൊഡ്യൂളിൽ തന്നെ ഒരു മൈക്രോ USB സോക്കറ്റ് ഉണ്ടായിരുന്നു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. ബാറ്ററി ചാർജ് ആയ ശേഷം ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. മൊഡ്യൂളിൽ തന്നെ സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്ത ശേഷം ഒരു പാട്ട് വെച്ച് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.